ഹായ്, എൻ്റെ പേര് ഗാംഗുലി എന്നാണ്. അപ്പം നമ്മൾ ആദ്യമായിട്ടാണല്ലോ കാണുന്നത്, അതുകൊണ്ട് ഞാൻ എന്നെപ്പറ്റി തന്നെ പറയാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്നെപ്പറ്റി പറയുമ്പോൾ ഞാൻ അത് എൻ്റെ വീട്ടുകാരെ പറ്റി പറയാം. ഇന്ത്യൻ ഗേറ്റിൽ നിന്നാണ് ആരംഭിക്കുന്നതെന്ന് വിശ്വസിക്കുന്ന ഒരമ്മയാണ് എനിക്കുള്ളത്. അതുപോലെ തന്നെ രാഹുൽ ഗാന്ധിജിയുടെ കൊച്ചുമനായതുകൊണ്ട് മാത്രം ഇപ്പോഴും കോൺഗ്രസിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരമ്മൂമ്മയാണ് എനിക്കുള്ളത്. അതുപോലെ തന്നെ അച്ഛൻ ലക്ഷങ്ങൾ കൊണ്ട് കളിക്കുന്ന ഒരു വ്യക്തിയാണ്. അതായത് അച്ഛൻ 3 മണിക്ക് മുമ്പാണെങ്കിൽ ലുല്ലുമാളിൽ വരെ വില പറയും. ഇങ്ങോട്ട് തന്നേറി ചേട്ടാ, ഞാൻ എടുത്തോളാം എന്ന് പറയും. ഉച്ചയ്ക്ക് 3 മണിക്ക് ശേഷം ലോട്ടറി റിസൾട്ട് വന്ന അച്ഛൻ ലുല്ലുമാളിൽ സൈഡിലൊരു ചായക്കടയിൽ നിന്ന് ചായ കുടിച്ചിട്ട് വീട്ടിലായിട്ട് പോരാനാണ് പതിവ്. അതുപോലെ തന്നെ അനിയനുണ്ട്. ഈ കുളിക്കാൻ ഒട്ടും താല്പര്യമില്ലെങ്കിലും പൂർവ്വീര് വെള്ളം കണ്ടുപിടിച്ചുകൊണ്ട് മാത്രം കുളിക്കുന്ന ഒരു വ്യക്തിയാണ് അവൻ. അതുപോലെ തന്നെ അവൻ വേറൊരു ലോകത്ത് ജീവിക്കുന്ന വ്യക്തിയാണ്. അതായത് നമ്മളൊക്കെ വിശ്വസിക്കുന്നത് ഭൂമി സൂര്യന് ചുറ്റും കറങ്ങുന്നു, അതുകൊണ്ട് രാവും പകലും ഉണ്ടാകുന്നു, നമ്മൾ പകൽ ജോലി ചെയ്യുന്നു, രാത്രി കിടന്ന് ഉറങ്ങുന്നു എന്നതാണ്. പക്ഷെ അവൻ എഴുന്നേൽക്കുന്നത് 1 മണിക്കും, രാവിലത്തെ കാപ്പി കുടിക്കുന്നത് 2 മണിക്കും, വൈകുന്നേരത്തെ ഫുഡ് കഴിക്കുന്നത് 6 മണിക്കും, ഉറങ്ങുന്നത് 12 മണിക്കുമാണ്. അവന് വേണ്ടി സ്വന്തമായിട്ടൊരു കലണ്ടറും ഒരു ക്ലോക്കും നിർമ്മിക്കേണ്ടി വരും. അതാണ് എൻ്റെ അഭിപ്രായം. പിന്നെ എനിക്കുള്ളത് ചക്കത്തിരി കൊണ്ട് ഓലപ്പടക്കം കത്തിച്ചിട്ട് ചക്കത്തിരി എറിഞ്ഞു കളയുന്ന ഒരു കൂട്ടുകാരൻ. ഈ ഒരു സാഹചര്യത്തിൽ നിന്ന് വന്നതുകൊണ്ട് തന്നെ ഞാൻ ഇതിലും വലിയ തോൽവിയായിട്ടാണ് വന്നത്. എക്സ്പെക്റ്റ് ചെയ്യാമല്ലോ. അതായത് തോൽവിയുടെ ഒരു പര്യായപദമായി നിങ്ങൾക്ക് എന്നെ പറയാം. അതായത് ഇപ്പം ഞാനൊരു കല്ലെടുത്തിട്ട് അപ്പുറത്തെ വീട്ടിലെ മാങ്ങ എറിയുകയാണെങ്കിൽ അത് ഉറപ്പായിട്ട് അപ്പുറത്തെ കണ്ണാടി കൊണ്ടിരിക്കും. അതായത് ലാലേട്ടൻ, നമ്മുടെ മോഹൻലാൽ പണ്ട് സിനിമയിൽ ഇങ്ങനെ തീപ്പട്ടി ഇങ്ങനെ എറിഞ്ഞ് കത്തിക്കും. ഞാൻ അങ്ങനെ എറിഞ്ഞ് കത്തിച്ചപ്പോണ്ടല്ലോ അമ്മച്ചിമ്മയുടെ ചകിരി നിന്നങ്ങ് കത്തി. ഇനി നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ നല്ലൊരു ഉദാഹരണം ഞാൻ പറയാം. അതായത് നമ്മൾ അമ്പലത്തിലൊക്കെ അന്നദാനത്തിന് നിൽക്കുമല്ലോ ക്യൂ ആയിട്ട്. അങ്ങനെ അന്നദാനത്തിന് നിൽക്കുമ്പോൾ ചില വ്യക്തികൾ ഫ്രണ്ടിൽ ചെല്ലുമ്പോൾ ഒന്നെങ്കിൽ ചോറ് തീർന്നു പോകും, അല്ലെങ്കിൽ പ്ലേറ്റ് തീർന്നു പോകും. ആ വ്യക്തിയാണ് ഞാൻ. കറക്റ്റ്, സ്വന്തം അനുഭവമാണത്. അതുപോലെ തന്നെ എനിക്ക് കൊച്ചിലോട്ട് പറക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. പറക്കണം. അങ്ങനെ ഞാനൊരു ദിവസം TV കണ്ടപ്പോഴാണ് ചൂയിങ്കത്തിൻ്റെ പരസ്യം. ഒരു കൊച്ചു ചൂയിങ്കം വായിലിട്ട് വീർപ്പിക്കുന്നു, അവിടെ പോകുന്നു, ഇവിടെ വരുന്നു. അപ്പോൾ അടുത്ത് കൊള്ളാമല്ലോ. നടന്ന് പഞ്ചസാര മേടിക്കാൻ കടയിൽ പോവുക, കടയിൽ നിന്ന് ചൂയിങ്കം വാങ്ങുക, ചൂയിങ്കം വീർപ്പിച്ച് പറപ്പിച്ച് തിരിച്ച് വീട്ടിൽ വരിക. അന്ന് വീട്ടിൽ പഞ്ചസാര ഉണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ അമ്മയുടെ കാല് പിടിച്ച് കരഞ്ഞിട്ട് പഞ്ചസാര മേടിക്കാൻ കടയിൽ പോയി. പഞ്ചസാരയും മേടിച്ച് 2 ചൂയിങ്കം മേടിച്ച് വായിലിട്ടിട്ട് ഞാൻ കിടന്നും മലന്നും ഒക്കെ ഇരുന്ന് വീർപ്പിച്ച് നോക്കി. പറക്കാൻ പറ്റിയില്ല. തിരിച്ച് ഞാൻ നടന്ന് വീട്ടിലേക്ക് വേണ്ടിയിട്ട് വന്നു. പച്ചമുളക് മേടിക്കാൻ തന്ന പൈസക്ക് ഞാൻ ചൂയിങ്കം മേടിച്ച് നിന്ന് പറഞ്ഞ് അമ്മ താടിക്കൊരു തട്ട് തട്ടി. ആ തട്ടും കൊണ്ട് TV കണ്ടുകൊണ്ടിരുന്നപ്പോഴാണ് ഞാനൊരു സാധനം കാണുന്നത്, പാരച്യൂട്ട്. പിന്നെ ഒന്നും ചിന്തിച്ചില്ല. വീട്ടിലെ ബെഡ്ഷീറ്റ് എടുത്ത് കഴിച്ചട്ടി നേരെ ടെറസിൻ്റെ മേളിൽ കയറി താഴത്തേക്ക് ഒറ്റച്ചാട്ടം. ബെഡ്ഷീറ്റ് കെട്ടിക്കൊണ്ടൊരു ഉപകാരമുണ്ട്. കാരണം ആ ബെഡ്ഷീറ്റ് തന്നെ എന്നെ പൊതിഞ്ഞ് ആശുപത്രി അവർക്ക് കൊണ്ടുപോകാൻ പറ്റി. ഇതാണ് എന്നെപ്പറ്റി പറയാനുള്ളത്. പിന്നെ എൻ്റെ നാടിനെ പറ്റിയാണ് ഇനി ഞാൻ പറയുന്നത്. വെള്ളത്തിലും കരയിലും ജീവിക്കുന്ന ജീവിയാണ് തവള. തവളയും ഞങ്ങൾ കുട്ടനാട്ടുകാരുമായിട്ട് ഒരു ബന്ധമുണ്ട്. അതായത് കുട്ടനാട്ടിൽ 6 മാസം വെള്ളമാണെങ്കിൽ 6 മാസം കരയായിരിക്കും. അതായത് കാഞ്ചന മൊയ്തീനാണ് എന്ന് പറയുന്ന പോലെ തന്നെ കേരളത്തിലെ എവിടെ മഴ പെയ്താലും അതൊഴുകി കുട്ടനാട്ടിലേക്ക് തന്നെ വരും. എൻ്റെ പൊന്നേട്ടാ, നോക്കിയും കണ്ടും കിടന്നില്ലല്ലോ ഉറങ്ങില്ലാണ്ടല്ലോ, വായിൽ കരിമീൻ വന്ന് കയറുമ്പോഴേക്കും നമുക്കറിയാൻ പറ്റണം. അതാണ് ഞങ്ങളുടെ കുട്ടനാട്ടുകാരുടെ അവസ്ഥ. അപ്പോൾ അതുപോലെ തന്നെ കുട്ടനാട്ടിൽ ഒരു സന്തോഷമെന്ന് വെച്ചാൽ ചുറ്റിനും വെള്ളമാണെങ്കിലും ഉണ്ടല്ലോ, ഇച്ചിരി വെള്ളം കുടിക്കണമെങ്കിൽ നമ്മൾ ജപ്പാൻ്റെ അടിപ്പയ്ക്ക് എഞ്ചണം. അതാണ് കുട്ടനാട്ടിലെ അവസ്ഥ. അതുപോലെ തന്നെ പകൽ വള്ളം കളിയും രാത്രി അതിലും വലിയ വെള്ളം കളി നടക്കുന്ന ഒരു സ്ഥലമാണ് ആലപ്പുഴ. അതുപോലെ തന്നെ ഈ വള്ളം കളി കഴിയുമ്പോൾ ചേട്ടന്മാർ തുഴഞ്ഞു പോകും, വെള്ളം കളി കഴിയുമ്പോൾ അവർ ഇഴഞ്ഞു പോകും. അതാണ് അതിൻ്റെ പ്രത്യേകത. ഇപ്പം കൊറോണ ആയതുകൊണ്ട് വള്ളം കളിയില്ല, അതുകൊണ്ട് എല്ലാവരും വെള്ളം കളി കോൺസെൻട്രേറ്റഡ് ആണ്. അവരിനി നാളെ കൊറോണ മാറി കഴിയുമ്പോൾ ഇവർ ഈ വെള്ളം കളി നിർത്തിയിട്ട് വള്ളം കളി തുടങ്ങുമെന്ന് എനിക്കൊരിക്കലും തോന്നുന്നില്ല കേട്ടോ. അതുപോലെ തന്നെ ഈ കടലിൽ കൊണ്ട് ഓടിക്കേണ്ട കപ്പൽ ഞങ്ങൾ റോട്ടിൽ കൂടെ ഓടിക്കും. അത് ലോറിക്ക് കെട്ടി വലിച്ച് എടപ്പള്ളി വരെ ഞങ്ങൾ ബ്ലോക്ക് ആക്കും, ഇടുക്കിയിലെ കറണ്ട് വരെ കളയും. എന്നിട്ട് ഈ റോഡ് മൊത്തം കെട്ടി വലിച്ചുകൊണ്ട് വരുന്ന കപ്പലുണ്ടല്ലോ, ഞങ്ങൾ ബീച്ചിൻ്റെ സൈഡിൽ കൊണ്ട് വെക്കും കപ്പലിൽ നാണിക്കാൻ വേണ്ടി. കടലിറക്കത്തില്ല, ബീച്ചിൻ്റെ സൈഡിൽ. എന്നിട്ട് ഈ കാക്കത്തൂറി ഫോട്ടോ എടുത്തിട്ട് ഞങ്ങൾ കപ്പലിനെ ഇങ്ങനെ മൃഗീയമായി ദ്രോഹിക്കും, മാനസികമായി. അതാണ് ഞങ്ങളുടെ ആലപ്പുഴക്കാർ. ഞങ്ങളുടെ ആലപ്പുഴ അത്ര മോശമൊന്നുമല്ല. ആലപ്പുഴയിൽ എല്ലാം ഉണ്ട്. ആലപ്പുഴയിൽ ബീച്ചുണ്ട്, ഈ വലിയ വലിയ ബിൽഡിങ്സ് ഉണ്ട്, മാളുണ്ട്, ഹോസ്പിറ്റലുണ്ട്, എല്ലാം ഉണ്ട്. മൂത്രം ഒഴിക്കാൻ ഒരു സ്ഥലം ഒഴികെ ബാക്കി എല്ലാം ഉണ്ട്. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ആഘോഷങ്ങൾ നടക്കുന്ന ഒരു സ്ഥലമാണ് ആലപ്പുഴ. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ഉദ്ഘാടനങ്ങൾ നടക്കും. അതായത് 3 ലക്ഷം രൂപയുടെ ബസ് സ്റ്റാൻഡ് നമ്മൾ 5 ലക്ഷം രൂപ ഉദ്ഘാടനം ചെയ്യും. എന്നിട്ട് നമ്മൾ ആ ബസ് സ്റ്റാൻഡിൽ പോയി ഇരുന്നാണ്ടല്ലേ ചേട്ടാ, സിൽവർ സ്റ്റോം പോലെ തീട്ടി താഴെ ഒരു ചന്തി കാന്തം വേണം അതിരിക്കണമെങ്കിൽ. ഒരു പ്ലെയിൻ കമ്പിയാണ് വെച്ചിരിക്കണം. നമ്മൾ MLA കൊണ്ട് കല്ലിടിച്ചിട്ട് മന്ത്രിനെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിച്ച് പാർക്കൊക്കെ പണിയും. ആ പാർക്കിൽ ഒരു മനുഷ്യനെ നമ്മൾ കയറ്റത്തില്ല. അഥവാ കയറിയാൽ നമ്മൾ ചൂരിലോട്ട് അടിച്ചു ഓടിക്കും. അതാണ് ഞങ്ങളുടെ ആലപ്പുഴക്കാരുടെ ഒരു സ്റ്റൈല്. സ്റ്റോക്കൊക്കെ തീർന്നു, നമുക്ക് ഇത് ക്ലൈമാക്സ്